കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായിരിക്കുന്ന സമയം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ മീഡിയയിലൂടെ അല്പസമയം കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒരുപക്ഷെ ലോകത്തിൽ പകർച്ചവ്യാധികൾ പെരുകുമ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു കയറുമ്പോഴും അതിൻ്റെ നടുവിലും കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വചനം അല്ലെങ്കിൽ വേദപുസ്തകം ആഴമേറിയൊരു സമുദ്രം പോലെയാണ് എന്ന അനേക ഭക്തന്മാരുടെ വാക്കുകളിലൂടെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം 2000 വർഷത്തിലധികമായി എഴുതപ്പെട്ട ഈ സുവിശേഷം അന്നും ഇന്നും പ്രസംഗിച്ചിട്ടും ആരും മടുത്തു പോയിട്ടില്ല, കേട്ടവരാരും മടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനാണെങ്കിൽ ഇതിനകത്ത് ആഴമേറി അല്ല ഒരു സമുദ്രം എന്ന് നോക്ക്. സമുദ്രം, ഈ സമുദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടാൽ കാണാൻ ഒട്ടേറെയുണ്ട്. ഒരുപക്ഷെ തിരയടിക്കുന്നതും വെള്ളം എങ്ങനെ വരുന്നതും തിരിച്ചു പോകുന്നതും അതിൻ്റെ ആ ജലപ്പരപ്പിൻ്റെ ഓളങ്ങൾ, അതിലെ ആ നീല നിറം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതല്ല, അതിൻ്റെ ആഴത്തിലോട്ടെന്ന് ഇറങ്ങിയാൽ ഈ പുറത്ത് കാണാത്ത പലതും അതിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തി പുറത്ത് നിങ്ങളെ കണ്ടതല്ല, ഇതിനകത്തേക്ക് ഓരോ താളുകളിലും അല്ലെങ്കിൽ ഓരോ പേജുകളിലും എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറായാൽ, ഗ്രഹിക്കാൻ തയ്യാറായാൽ ഇതുവരെ മനസ്സിലാകാത്ത പലതും ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ആമേൻ. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ടൈം ഉപയോഗിക്കുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഒട്ടേറെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിലൊക്കെ നടുവിലും സമയം കണ്ടെത്തി കർത്താവിനെ അറിയുവാൻ, അല്ലേ, യേശുവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ഈ വചനത്തെ അറിയുവാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ലേഖന പുസ്തകത്തിൽ നിന്നൊരു ഭാഗത്തെ നിങ്ങളുടെ മുമ്പിൽ, ഒരു കൊച്ചു ഭാഗത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് ആ വേദഭാഗം? എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള ചില വാക്യങ്ങളെ വായിച്ച് നമുക്ക് ആ വചനങ്ങളൊന്ന് പഠിക്കാം. ആമേൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഫൈനലി മൈ ബ്രദറൻ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ എന്ത് ചെയ്യട്ടെ? ശക്തിപ്പെടട്ടെ. അല്ലെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ബലം എവിടെയാണ്? പൗലോസ് എഫെസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ ആ സഭയിലെ വിശ്വാസികളോടും അല്ലെങ്കിൽ അവരോടൊക്കെ പറയുന്ന ഈ ഒരു ആലോചന ഇതാണ്: നമ്മൾ ഒടുവിൽ അവസാനം നമ്മുടെ ബലം എവിടെയായിരിക്കണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ആമേൻ. നമ്മൾ ബലപ്പെടണം. കർത്താവിലും, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. അല്ലേ, നമ്മുടെ ശക്തിയൊക്കെ എവിടെ ഇരിക്കുന്നേ? നമ്മുടെ ശക്തിയൊക്കെ ഏതിലായിരിക്കുന്നേ? നമ്മുടെ ശക്തിയൊക്കെ എന്തിലായിരിക്കുന്നത്? ചിലർ പറയും ഭക്ഷണത്തിലാണ് പാസ്റ്ററെ എൻ്റെ ബലം, ചിലർ പറയും എൻ്റെ വിദ്യാഭ്യാസത്തിലാണ് എൻ്റെ ബലം, ചിലർ പറയും പണത്തിലാണ് എൻ്റെ ബലം, ചിലർ പറയും എൻ്റെ വീട്ടിലെ അംഗങ്ങളുടെ ബലത്തിലാണ് എൻ്റെ ബലം ഇരിക്കുന്നത്, ചിലർ പറയും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ബലമാണ്, ചിലർ പറയും മക്കളുണ്ടെങ്കിൽ എനിക്ക് ബലമാണ്, ചിലർ പറയും ലോകക്കാർ കുടുംബം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ബലമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ കൊറോണ കാലഘട്ടത്തിലാണ് ആരോട് കൂടെ ഉണ്ടെങ്കിലും ആർക്കും ഒരു ബലമില്ലാത്ത കാലഘട്ടമാണ്. പേര് കേൾക്കുമ്പോഴേ ജനം വിറയ്ക്കുക. അങ്ങനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ബലം, പണമല്ല നമ്മുടെ ബലം, ലോകത്തുള്ളതൊന്നും അല്ല നമ്മുടെ ബലം. കാരണം എത്രയോ ലക്ഷങ്ങൾ ചിലവിട്ടിട്ട് ഈ കൊറോണയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോയ എത്രയോ പേര് നമുക്കറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊന്നും അല്ല നമ്മുടെ ബലം. നമ്മുടെ ബലം എവിടെയാണ്? ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ അല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്തു ചെയ്യട്ടെ? ശക്തിപ്പെടട്ടെ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടട്ടെ. അങ്ങനെ ആവട്ടെ നമ്മുടെ ബലം, അങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ബലം.
അപ്പൊ എന്തിനാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ബലം ലോകത്തിലാകരുതോ, നിങ്ങളുടെ ബലം ലോകക്കാരിലാകരുതോ, നിങ്ങളുടെ ബലം ലോകത്തിലുള്ളവരിലാകരുതോ, പിന്നെയോ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ കർത്താവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. ഞാൻ ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ കൊണ്ടുവരുന്നത്, തൊട്ടടുത്ത വാക്യത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? ആമേൻ. അത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളട്ടെ. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കട്ടെ. ആമേൻ. അപ്പോൾ ബൈബിൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പിശാചിൻ്റെ ആമേൻ അത് നോക്കണമേ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ കഴിയേണ്ടതിന്. ബൈബിൾ എന്താ പറയുന്നത്? ആമേൻ. ആരുടെ സർവായുധവർഗം ധരിക്കണം? പിശാചിൻ്റെ പിശാചിനെ തകർക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ഒന്നുകൂടെ ഞാൻ വാക്യത്തെ അതിൻ്റെ 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം കൊണ്ടുവന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടും അവൻ നമുക്ക് വിരോധം നിൽക്കുന്ന വ്യക്തിയല്ല വിഷയം, വ്യക്തികളിലൂടെ ചലിക്കുന്ന പൈശാചികമായ തന്ത്രങ്ങൾ അല്ലേ? പിശാചിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് ആമേൻ അത് വ്യക്തികളിലൂടെയാണ് വെളിപ്പെടുന്നത്. അത് വാസ്തവമായിട്ട് പറഞ്ഞ മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയാം. പിശാചിന് നമ്മുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവനൊരു ബോഡി ആവശ്യമാണ്. ഒരു ബോഡി ഉണ്ടെങ്കിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ അല്ലേ, ഗദരദേശത്ത് തന്നെ നോക്കാം. യേശു പിശാചിനോട് പറഞ്ഞു, ഈ മനുഷ്യനെ വിട്ടങ്ങ് പോ. അന്നേരം പിശാച് പറഞ്ഞു, എന്തുവാ? ഞാൻ ഇവനെ വിട്ടിട്ട് പന്നികളിലോട്ടൊന്ന് കയറിക്കോട്ടും. അവനൊരു ബോഡി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതവിടെ ഏദൻ തോട്ടത്തിനകത്ത് നോക്കാം. ഏദൻ തോട്ടത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഏദൻ തോട്ടത്തിനകത്ത് ആദമും ഹവ്വയും ആരംഭിച്ച കുടുംബജീവിതം. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ നടുവിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആമേൻ, അവരുടെ ജീവിതത്തിൻ്റെ നടുവിൽ ആമേൻ അവർ ചെയ്ത ആമേൻ പാപം എന്തുവായിരുന്നു? ദൈവം അരുത് എന്ന് പറഞ്ഞത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അനുസരണക്കേട് കാണിച്ച് ഹവ്വ ആ ഫലം പറിച്ച് താൻ ഭക്ഷിച്ച് താൻ ആർക്കും കൊടുത്തു? തൻ്റെ ഭർത്താവിനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അന്ന് അവിടെ ആ ഒരു കാരണമാണ് മനുഷ്യ ജീവിതങ്ങൾ അധപതിക്കാനിടയായി തീരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചത്? ചുമ്മാ കണ്ടപ്പോൾ തോന്നിയതല്ല, മറിച്ച് അതിനെ പ്രേരിപ്പിക്കാൻ ഒരു ശക്തി വന്നിരുന്നു. ആമേൻ. ഒരു പാമ്പ് ഹവ്വയോട് സംസാരിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. വാസ്തവമായിട്ട് ഞാൻ പറയാം, ആമേൻ, ആ പാമ്പിൻ എന്ന ബോഡിക്കകത്ത് ആ ഈവിൾ സ്പിരിറ്റ് കടന്നുകൂടിയതാണ്. പാമ്പ് കർത്താവിൻ്റെ ഒരു സൃഷ്ടി തന്നെയായിരുന്നു. ആമേൻ. ഈ ഭൂമിയിൽ അനേകം ഇഴജന്തുക്കളെ ദൈവം നിർമ്മിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു സൃഷ്ടിയായിരുന്നു ഈ പാമ്പ്. പക്ഷേ അന്നൊന്നും പ്രാരംഭത്തിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. വിഷമുണ്ട്, ആ സംഗതി ഓക്കെ, പക്ഷേ അതല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹവ്വയെ തെറ്റിപ്പിക്കുവാൻ, ഹവ്വയെ പ്രലോഭിപ്പിക്കുവാൻ അന്നത്തെ ആ പാമ്പിന് കഴിഞ്ഞു. ഇന്ന് പാമ്പ് ആരെയും പ്രലോഭിപ്പിക്കാറില്ല. പക്ഷേ അന്ന് പ്രലോഭിപ്പിച്ച ഒരു ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ട്. അത് ആരിൽ കയറി? അന്ന് കയറുവാൻ മറ്റൊരു മനുഷ്യൻ ഭൂതലത്തിലില്ലായിരുന്നത് കൊണ്ട് അന്ന് പാമ്പിൽ കയറിയിട്ട് അത് ഹവ്വയെ പ്രലോഭിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവനൊരു ബോഡി ആവശ്യമാണ്. ഈവിൾ സ്പിരിറ്റ്സ്, ഡെവിൾ സ്പിരിറ്റ്സ്, ഇതൊക്കെ ഭൂമിയിൽ നിന്ന് നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണം, ഒരു ബോഡി അതിനാവശ്യമാണ്. ഒന്നുകിൽ നിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ശരീരത്തിൽ നിന്നുകൊണ്ട് നിനക്കെതിരെ ഒളിയമ്പുകൾ എയ്തു വിടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, പ്രതിരോധിക്കേണ്ടത് എന്തിനെയാണ്? എതിരെ വരുന്ന വ്യക്തിയെ അല്ല, മറിച്ച് അവനിൽ വ്യാപരിക്കുന്ന ഈവിൾ സ്പിരിറ്റ്സിനോട് നമ്മൾ പ്രതിരോധിക്കട്ടെ. കർത്താവ് വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ആ ഈവിൾ സ്പിരിറ്റ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ആ ഈവിൾ സ്പിരിറ്റ്സിനോട് നമ്മൾ പ്രതിരോധിക്കാൻ തുടങ്ങണം. അതാണ് കർത്താവ് പറഞ്ഞത്. ആമേൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം അല്ലേ? പിശാചിൻ്റെ അത് നോക്കണമേ തന്ത്രങ്ങളോട് ബൈബിൾ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, put on the all armor of God that you may be able to stand against the wiles of the devil. പിശാചിൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കേണ്ടതിന്. ആമേൻ. അപ്പോൾ പിശാചിനോട് എതിർക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പൗലോസ് പറയുന്ന മറ്റു ഭാഗത്തിലൊരു വാക്യം ഇതാണ്, അവനോട് എതിർത്തു നിൽപ്പി
എതിർപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർക്കാതിരുന്നാൽ അവൻ ഒരിക്കലും ഓടുകയില്ല. ഇന്ന് പകൽക്കാലം പിശാചിനെ ഭയക്കുന്നവരോട് ഞാൻ പറയാം, ആമേൻ, അവനെ അല്ല വാസ്തവത്തിൽ ഭയക്കേണ്ടത്. നീ ഭയക്കേണ്ടത് ദൈവത്തെയാണ് കേട്ടോ. ലോകത്തിലെ ശക്തികളെയല്ല, ലോകത്തിലെ ആഭിചാരകന്മാരെയല്ല, മന്ത്രവാദികളെയല്ല, ലോകത്തിൽ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന വ്യക്തികളെയുമല്ല. പിശാചിനെയും ഭയക്കണ്ട, അവനൊന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ചും നിന്റെ മേൽ ഒരു അഭിഷേകം കിടക്കുന്നു എന്ന് നിനക്ക് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ നിന്നെ തളർത്തുവാനോ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ നിന്നെ ഒതുക്കുവാനോ അവന് കഴിയത്തില്ല. അവനേക്കാൾ ശക്തി നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനുണ്ട്, നിന്റെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആമേൻ, നിങ്ങൾ അവനെ ജയിക്കാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ! എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. ഇന്ന് ഞാൻ ഈ വചനത്തിൻ്റെ കുറച്ച് ആഴങ്ങളിലൂടെ ഞാൻ കടക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ബൈബിൾ പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ കഴിയേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സർവായുധവർഗം ധരിക്കണം. സർവായുധവർഗം. ആമേൻ. എന്താണ് സർവായുധവർഗം? അപ്പോൾ ഒരു എതിരിടൽ, ഒരു എൻകൗണ്ടർ ആരുമായിട്ട്? ആമേൻ. അത് നോക്കണം, പിശാചിൻ്റെ നേർക്ക അവനോട് നമ്മളൊന്ന് പോരാടാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ അവനൊന്നും നേരിടാൻ പോവുകയാണ്. അവനെ നേരിടാൻ എങ്ങനെ പോകണം? ആമേൻ. നമ്മുടെ ആരോഗ്യം മതിയോ? നമ്മുടെ മസിൽ പവർ മതിയോ? നമ്മുടെ മസിൽ പവർ അല്ല ഇതിനാവശ്യം. പിന്നെ എന്തുവാണ് ഇതിനാവശ്യം? ആമേൻ. നമ്മുടെ മസിൽ പവർ കൊണ്ട് പിശാചിനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മസിൽ പവർ കൊണ്ട് പിശാചിനോട് അവൻ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരം കൊണ്ട് പിശാചിനോട് വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ തെറ്റ്. അമേ, അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി. കാരണം യേശുവിനും 30-ാമത്തെ വയസ്സിൽ സ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് കയറുമ്പോഴാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാനായി വന്നത്. നല്ല ആരോഗ്യമുള്ള ശരീരം യേശുവിനുണ്ടായിരുന്നു കേട്ടോ. ആമേൻ. 30 വയസ്സ് ആയ ഒരു മനുഷ്യൻ്റെ ശരീരം എങ്ങനെ ആരോഗ്യമുണ്ടാ? എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ 30 വയസ്സാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്തെന്ന് നിങ്ങൾക്കറിയാം. 30 വയസ്സ് കഴിഞ്ഞുവെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യം വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. ഇനി 30 വയസ്സായില്ല എങ്കിൽ നിങ്ങൾ കേട്ടോണം, ആമേൻ, ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ ആരോഗ്യം വരുമെന്നേരം. ആമേൻ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യമുള്ള സമയത്ത് യേശു ശരീരം കൊണ്ടാണോ പിശാചിനെ ജയിച്ചത്? യേശു ശരീരം കൊണ്ടാണോ പിശാചിനെ ജയിച്ചത്? ഒരിക്കലുമല്ല. യേശു ശരീരം കൊണ്ടല്ല പിശാചിനെ ജയിച്ചത്. പിന്നെയോ യേശു ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, അവൻ കല്ല് കൊണ്ട് വത്തപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു എന്നാ ജയിച്ച്? അവൻ ആത്മാവിൻ്റെ വചനം കൊണ്ട്. പിശാചേ, ഈ കല്ല് എനിക്ക് അപ്പമാക്കി തിന്ന് ആമേൻ എൻ്റെ വിശപ്പടക്കണ്ട. പിന്നെയോ ആമേൻ, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഞങ്ങൾ ജീവിക്കും. ദൈവത്തിന് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? പിശാചേ, നിന്നെ ഞാൻ തോൽപ്പിക്കുന്നത് ശരീരം കൊണ്ടല്ല. വാവ്! നിന്നെ തോൽപ്പിക്കുന്നത് ശരീരം കൊണ്ടല്ല, നിന്നെ തോൽപ്പിക്കുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, നിന്നെ തോൽപ്പിക്കുന്നത് എൻ്റെ സമ്പത്ത് കൊണ്ടല്ല, നിന്നെ തോൽപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ നിന്നെ എങ്ങനെ ഞങ്ങൾ തോൽപ്പിക്കും? നിന്നെ തോൽപ്പിക്കുന്നത് ആമേൻ ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ ബലത്താൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കും. അതാ പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ആ വചനങ്ങൾ കണക്ട് ചെയ്ത് പറയണമെങ്കിൽ മനസ്സിലാക്കത്തുള്ളൂ. എനിക്ക് നിനക്കുള്ള ശത്രു ആരാ? അയൽവാസിയല്ല. അയ്യോ, അത് നമ്മുടെ തെറ്റായ ചിന്തയാണ്. അവനൊരു പക്ഷെ തെറി പറഞ്ഞു കാണും, അവരൊരു പക്ഷെ നിനക്കെതിരെ അവൻ ഗൂഢോത്രം ചെയ്യാൻ കാശ് കൊടുത്തു കാണും. വാസ്തവത്തിൽ നിന്റെ ശത്രു അവരല്ല കേട്ടോ. വാസ്തവത്തിൽ നിന്റെ ശത്രു അവരല്ല. പിന്നെ ആരാണ് നിന്റെ ശത്രു? പിന്നെ ആരാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നത്? എന്നെ കേൾക്കുന്നവരെ ഒന്ന് തിരിച്ചറിയണേ. ആരാണ് വിരോധമായി നിൽക്കുന്നത്? വിരോധമായി നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത 12-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. എത്ര പേർക്കത് മനസ്സിലാക്കുന്നു? നമുക്ക് പോരാട്ടമുള്ളത് ആമേൻ, നമുക്ക് വിരോധമായി നമുക്ക് വിരോധികളെന്ന് പറയുന്നത് മനുഷ്യരല്ല. ആമേൻ, മനുഷ്യരല്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഫോർ വി റെസിൽ നോട്ട് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ജഡരക്തങ്ങളോടല്ല, മാനുഷിക രക്തങ്ങളല്ല നമുക്ക് പോരാടാനുള്ളത്. നമുക്കൊരു റെസ്ലിംഗ് ഉണ്ട്. അത് ആരോടാകണം? ആമേൻ, അതാരോട് എന്ന് ചോദിച്ചാൽ ആമേൻ, അത് ബൈബിൾ തൊട്ടടുത്ത ഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമേൻ. എത്ര പേർക്കത് മനസ്സിലാകുന്നു?
ഈ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? നമുക്ക് ജയിപ്പാനുള്ളത് ജഡരക്തങ്ങളോടല്ല, കൂടപ്പിറപ്പിനെയല്ല. ആമേ. പിന്നെ ആമേൻ, അത് നോക്കണം, അയൽവാസിയെ അല്ല, പിന്നെ ആരെ? അതാ പറഞ്ഞേ, ആമേൻ, ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടാ. ചില വാഴ്ചകൾ കിടക്കുക. എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒക്കെ ഒരു കാലത്ത് വാണുകൊണ്ടിരുന്ന ഒരു അന്യായ ശക്തിയുണ്ട്. അവൻ്റെ വാഴ്ചകളെ നമ്മൾ ജയിക്കണം. അടുത്തെന്താ പറയുന്നത്? വാഴ്ചകളോടും അധികാരങ്ങളോടും അവന് വല്ല അധികാരമുണ്ടോ? അപ്പോൾ ചിലർ ചോദിക്കും, പാസ്റ്ററേ പിശാചിന് വല്ല അധികാരമുണ്ടോ? പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇല്ലെന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷേ ഞാൻ വചനത്തിൽ ഞാൻ തെളിയിച്ചു തരാം. യേശു 40 ദിവസം ഉപവസിക്കുന്ന സമയത്തെ, ഉപവാസം കഴിയുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കൽ ആര് വന്നു? പിശാച് വന്നു. ഞാൻ നേരത്തെ അല്പം മുമ്പ് സൂചിപ്പിച്ചു അതാ. പിശാച് വന്നു. പിശാച് വന്നിട്ട് രണ്ടാമത്തെ യേശുവിനെ ക്ഷണനേരത്തിൽ ഒരു ഉയർന്ന മലയിലേക്ക് യേശുവിനെ കൊണ്ടു ചെന്ന് നിർത്തിയേച്ച് ക്ഷണനേരത്തിൽ യേശുവിനെ എന്ത് ചെയ്തു? മുഴുവനൊന്ന് കാണിച്ചു, ലോകം മുഴുവനൊന്ന് കാണിച്ചു. എന്നിട്ട് കർത്താവ് എന്നാ പറഞ്ഞേ? യേശുവേ, ഈ ലോകത്തിൻ്റെ സകല അധികാരവും എൻ്റെ കയ്യിലിരിക്കുക, അതെങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതായി മാറും. അല്ലേ? യേശുവിനോട് ഈ പറഞ്ഞ പിശാച് ഇതേ യേശുവിനോട് പറയുകയാണ്, ഈ ലോകവും അതിൻ്റെ അധികാരവും എല്ലാം എൻ്റെ. അപ്പോൾ പിശാചിൻ്റെ അധികാരം ഇല്ലേ? എന്തോ കുറച്ചെങ്കിലും ഉണ്ടോ പുള്ളിയുടെ കയ്യിൽ? ഉണ്ട്. ആമേൻ. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. മരണമെന്ന ഭീതി, മരണത്തിൻ്റെ ആ ഒരു ശക്തി അവൻ പിടിച്ചു വച്ചിട്ട് ജനത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില അധികാരങ്ങൾ, രോഗത്തിൻ്റെ അധികാരം, ശാപങ്ങൾ, ഇങ്ങനെയൊക്കെ, ഇതൊക്കെ അവൻ്റെ അധികാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അധികാരങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടാം? അവൻ പിശാച് കയ്യിൽ വച്ചേക്കുക. അപ്പോൾ ലോകത്തെ ഒന്ന് ചുറ്റി എല്ലാം കാണിച്ചേച്ച് അവൻ യേശുവിനോട് പറയുകയാണ്, അവൻ നീ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി, സകല അധികാരവും ഞാൻ നിനക്ക് തരും. സകല അധികാരവും. ആമേൻ. അപ്പോൾ പിശാചിന് അധികാരമില്ലേ? ഉണ്ട്. അതല്ലയോ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്? ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോട്, പിന്നെ അവൻ്റെ അധികാരങ്ങളോട്. അയ്യോ, എന്തൊക്കെയോ അധികാരങ്ങൾ അവൻ കാണിച്ചു വച്ചേക്കുക, എന്തൊക്കെയോ അധികാരങ്ങൾ അവൻ പ്രയോഗിക്കുക, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്കെതിരെ അവൻ തൊടുത്തുവിടുന്നു. അവൻ പല വിഷയങ്ങളും നിനക്കെതിരെ അവൻ്റെ അധികാരം ഉപയോഗിച്ച് അവൻ നിന്നെ രോഗിയാക്കുന്നുണ്ടായിരിക്കും, അവൻ നിന്നെ ബാധ്യതയിലേക്ക് തള്ളിവിടുന്നുണ്ടായിരിക്കാം, അവൻ നിനക്ക് സമാധാനം തരുന്നില്ലായിരിക്കാം. അവൻ്റെ അധികാരം വെച്ച് അവൻ നിന്നെ ദണ്ഡിപ്പിക്കുന്നുണ്ടാകാം, അവൻ്റെ അധികാരം വെച്ച് അവൻ നിന്നെ ശാപത്തിന് കീഴിൽ കിടത്തുന്നുണ്ടാകാം, അവൻ്റെ അധികാരം വെച്ച് അവൻ നിന്നെ തകർക്കുന്നുണ്ടാകാം, അവൻ്റെ അധികാരം വെച്ച് അവൻ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടാകാം, അവൻ്റെ അധികാരം വെച്ച് അവൻ നിന്നെ ഒതുക്കുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, അവൻ്റെ അധികാരങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോരാടേണ്ടത് ആരോട്? അവൻ്റെ അധികാരങ്ങളോട്. ആമേൻ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അവൻ്റെ അധികാരങ്ങളോട് പോരാടണം. അവൻ്റെ അധികാരങ്ങളോട്. ഹല്ലേലൂയ. അവൻ്റെ അധികാരങ്ങളോട് നമ്മൾ പോരാടട്ടെ. ഇപ്പോൾ ബൈബിൾ വചനം പറയുന്നു, ആമേൻ, വാഴ്ചകളോടും അധികാരങ്ങളോടും. അടുത്തെന്താ പറഞ്ഞ്? ആമേൻ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, അല്ലേ? ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ. വ്യക്തമായി പറയുന്നു, അഗൈൻസ്റ്റ് ദ റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ അന്ധകാരാധിപതികൾ. അപ്പോൾ ലോകത്തിൽ ചില അന്ധകാരത്തിൻ്റെ മേധാവിത്വങ്ങളുണ്ട്, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ. ആമേൻ. അപ്പോൾ യേശു പറയുകയാണ്, നമ്മുടെ മേൽ കിടക്കുന്ന ഈ ബലം ഏത് ബലമാണ്? അയ്യോ, ഭക്ഷണത്തിൻ്റെ ബലമല്ല. 40 ദിവസം ഉപവസിച്ചപ്പോൾ യേശുവിന് കിട്ടിയൊരു ബലമില്ലേ? ഗലീലേക്ക് എങ്ങനെ മടങ്ങി വന്നു? ക്ഷീണിതരായോ, ഞാൻ ഉപവസിച്ചു എന്ന് തളർന്ന് ഞാൻ ഓടിഞ്ഞു തൂങ്ങി വരിക. നമ്മളൊക്കെ ഉപവസിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ, അമ്മ ഞാൻ ഉപവസിച്ചു, തളർന്നു, എനിക്ക് ബലം തരണേ, പെട്ടെന്ന് തരണേ, അല്ലെങ്കിൽ ഞാൻ വീണു പോകും, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ യേശുവിൻ്റെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശു മരുഭൂമിക്കകത്ത് ഭക്ഷണമൊന്നും ഇല്ല വാസ്തവത്തിൽ. പക്ഷെ വചനം അങ്ങോട്ട് ബലപ്പെടുത്തുക. തിരിച്ചു വന്ന വരവുണ്ടല്ലോ, ചില പള്ളികൾക്കകത്തിരുന്ന ഭൂതങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ടൊരു വരവാ. ആമേൻ. ലൂക്കോസ് 4:14 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. അവിടെ പറയുന്ന വചനം ഇങ്ങനെയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എങ്ങനെ വന്നെന്ന്? ആത്മാവിൻ്റെ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ, ആമേൻ, ഫാസ്റ്റിങ്ങിന് വേണ്ടി 40 ദിവസം പോയതാ എൻ്റെ കർത്താവ്. ഫാസ്റ്റിങ്ങിന് വേണ്ടി 40 ദിവസം പോയത്. തിരിച്ചു വരുന്നൊരു വരവുണ്ടല്ലോ, ആ വരവ് ഒരു അസാധാരണ വരവാ. പിശാച് വിറയ്ക്കുന്നൊരു വരവാ.
പിശാച് വിറയ്ക്കുന്നൊരു വരവ്. ആമേൻ. പിശാച് ഭയക്കുന്നൊരു വരവ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് കൈമാറുക. പിശാചിന് ഭയമുണ്ട്, പിശാച് ഭയക്കും, പിശാചിന് പേടിയാണ്. നിന്റെ അധികാരം നിന്റെ ഭക്ഷണത്തിലല്ല, നീ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബലത്തെ പിശാചിന് ഭയമാ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിന്ന് പഠിച്ചോണേ. ആമേൻ. നിങ്ങൾ പഠിക്കുന്നത് പിശാചെന്ന എതിരാളിയെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാമെന്നാണ്. പിശാചെന്ന നമ്മുടെ എതിരാളിയെ, നമുക്കൊരു എതിരാളി ഉണ്ടാ. അത് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അയൽവാസിയും മക്കളും അപ്പനും അമ്മയും മരുമക്കളും ഒന്നും അല്ല നമ്മുടെ എതിരാളി. പിന്നെ ആരാ നമ്മുടെ എതിരാളി? ജഡരക്തങ്ങളല്ല എന്ന് വാസ്തവത്തിൽ പൗലോസ് വ്യക്തമായി വിളിച്ചു പറഞ്ഞ ജഡരക്തങ്ങളല്ല. ആമേൻ. നോട്ട് ഫ്ലഷ് ആൻഡ് നോട്ട് ബ്ലഡ്. മാംസരക്തങ്ങളൊന്നുമല്ല നമ്മുടെ എതിരാളി. പിന്നെ ആര്? അവൻ പിശാച് അല്ലെങ്കിൽ ശൈത്താൻ. ആമേൻ. ശൈത്താൻ. ആമേൻ. അവനെ നമ്മൾ തോൽപ്പിക്കാൻ പോവുക. ആമേൻ. എങ്ങനെ തോൽപ്പിക്കും? അതാണ് ബൈബിൾ പറഞ്ഞേ. ആമേൻ. ഓക്കെ, ഞാൻ ഈ ഭാഗം പറയട്ടെ. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും, ആമേൻ, ഈ റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ അധികാരികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ അധികാരികൾ. ഇന്ന് പലർക്കും ഇരുട്ടിന് പേടിയാണ്. ഇരുട്ടെന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്. രാത്രി പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്, അല്ലേ? രാത്രിയെ അല്ലെങ്കിൽ ആ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തി, ഇരുട്ടിനുണ്ട പലതിനെയും പലർക്കും ഭയമാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പലർക്കും ഭയമാ. അപ്പോൾ പലരും ഭയക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, പലരും ഭയക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ, കർത്താവ് പറഞ്ഞു അവയ്ക്കെതിരെ നമ്മൾ പോരാടണം. കാരണം നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ വെളിച്ചത്തിലുള്ളവരാ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നീ വെളിച്ചമുള്ളവനാണ്. യേശു എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, അല്ല? യേശു എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. ലോകത്തിൻ്റെ വെളിച്ചമായ യേശു, ആമേൻ, ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് എന്നെ നിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അല്ല? യോഹന്നാൻ സുവിശേഷവും മത്തായി സുവിശേഷവും വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, അതോടൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. എങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകും? എങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകും? അതിന് യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആയി മാറും, അല്ലേ? എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടത്? യേശു എന്ന വെളിച്ചത്തിൻ്റെ പുറകെ നടക്കുന്ന റജി പാസ്റ്ററോ നിങ്ങളോ? ഇരുട്ടല്ല നിങ്ങളിൽ ഇരിക്കുന്നത്. ഈ വചനം പഠിക്കുന്ന നിങ്ങൾക്കകത്ത് എന്തുണ്ട്? വെളിച്ചമുണ്ട്. ആമേൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ വെളിച്ചമുള്ളവനാണ്, എന്നിൽ യേശുവിൻ്റെ വെളിച്ചം വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചമുള്ളവനാണ്, എന്നിൽ യേശുവിൻ്റെ വെളിച്ചം വന്നിട്ടുണ്ട്. ആമേൻ. അതൊന്ന് പറയാൻ നമുക്ക് കഴിയണം. കർത്താവ് നമ്മളെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വെളിച്ചമുള്ളവനാകട്ടെ, അല്ലേ? അപ്പോൾ ഇരുട്ടിനെ തോൽപ്പിക്കാൻ വെളിച്ചമുണ്ടെങ്കിലേ പറ്റൂ. നമ്മുടെ വീട്, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, നിങ്ങളെവിടെ ആകട്ടെ, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ വാസ്തവമായിട്ട് ഞാൻ പറയാം, നമ്മളറിയാതെ ഇരുട്ട് വന്ന് മൂടും, അല്ലേ? ഇരുട്ട് വന്ന് മൂടും. ഈ ഇരുട്ടിനെ ഞാനും നിങ്ങളും തോൽപ്പിക്കാറുണ്ടോ? എങ്ങനെ തോൽപ്പിക്കും? ഭൂലോകം മൊത്തമായിട്ട് തോൽപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. ആമേൻ. മറിച്ച് ഇതിന് എൻ്റെ വീട്ടിനകത്തും നിങ്ങളുടെ വീട്ടിനകത്തും നമുക്കിഷ്ടമുള്ള സമയം വരെ നമ്മൾ ഇരുട്ടിനെ പ്രതിരോധിക്കും. എങ്ങനെ? ഇലക്ട്രിക് ലാമ്പുകൾ അല്ലെങ്കിൽ ബൾബുകൾ നമ്മളിട്ട് ട്യൂബ് ലൈറ്റോ പിന്നെ ഹാലജനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇരുട്ടിനെ നമ്മൾ തോൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ നീ ഒന്ന് ശക്തിപ്പെടുക. നീ യേശുവിൻ്റെ വെളിച്ചമുള്ളവനാകും. ആ റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ അധിപതികൾ, അവരെന്ത് ചെയ്യാൻ പോവുക? അവരെ അധിപതികൾ വെളിച്ചത്തിൻ്റെ ശക്തിയാൽ നീ അവരെ അകറ്റുവാൻ പോവുകയാണ്, അവരെ പ്രതിരോധിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വാസ്തവമായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പ്രകാശിച്ചു എന്ന് പറഞ്ഞ് എന്നേക്കും ഇരുട്ട് മാറി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല, അല്ലേ? എത്രയോ തവണ സൂര്യൻ പ്രകാശിച്ചു, ഇന്നും സൂര്യൻ പ്രകാശിച്ചു, നാളെയും സൂര്യൻ പ്രകാശിക്കും. ആമേൻ. സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരുട്ടിനിവിടെ നമുക്ക് സ്ഥാനമില്ല. അങ്ങനെയാണെങ്കിൽ വെളിച്ചമുള്ളിടത്തോളം ഇരുട്ടിൻ്റെ അധിപതികൾക്ക് നമ്മുടെ മുമ്പിൽ സ്ഥാനമില്ല. ആ ഒരു ദൂത് നിങ്ങൾ മനസ്സിലാക്കണേ. ഇരുട്ടവിടെ കിടന്നോട്ടെ, അത് അവനുള്ള സ്ഥലമാണ്.
ഇരുട്ടവിടെ കിടന്നോട്ടെ, അത് അവൻ്റെ സങ്കേതമാണ്, അത് അവൻ്റെതാ, അവൻ കിടന്നോട്ടെ. പക്ഷെ വെളിച്ചമുള്ളിടത്ത് അവൻ തല പൊക്കത്തില്ല. ഓ, ഇന്ന് പകൽ ദൂത് ചിലതിനോട് കൈമാറുകയാണ്. വെളിച്ചമുള്ളിടത്ത് അവൻ തല പൊക്കത്തില്ല, വെളിച്ചമുള്ളിടത്ത് അവൻ്റെ തല പൊങ്ങത്തില്ല, വെളിച്ചമുള്ളിടത്ത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വെളിച്ചമുള്ളിടത്ത് പിശാചാനങ്ങത്തില്ല, വെളിച്ചമുള്ളിടത്ത് ആമേൻ അവൻ്റെ അധികാരം ചലിക്കത്തില്ല. ഈ വെളിച്ചം ഏത് സൂര്യൻ്റെ വെളിച്ചമല്ല, ഈ വെളിച്ചം യേശുവിൻ്റെ വെളിച്ചം. വാവ്, ആമേൻ. യേശുവിൻ്റെ വെളിച്ചം, യേശുവിൻ്റെ വെളിച്ചം. കം ഓൺ. അടുത്തെന്താ പറഞ്ഞേ? അപ്പോൾ നമ്മൾ പറഞ്ഞു against the rulers of darkness of this world. ഈ ലോകത്തിൻ്റെ അന്ധകാരാധിപതികൾ, ലോകാധിപതികൾ, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, ഇരുട്ടിൻ്റെ അധിപതികൾ. അടുത്തെന്താ പറഞ്ഞേ? against the spiritual wickedness in high places. ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ആമേൻ. against spiritual wickedness. ചില ദുരാത്മമണ്ഡലങ്ങൾ, ദുരാത്മശക്തികൾ, ആകാശമണ്ഡലങ്ങളിൽ ദുഷ്ടാത്മസേന. ആമേൻ. ഇന്ന് രാത്രി പകൽ ഈ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നത്, നിങ്ങളുടെ സമയം ഏതോ ആകട്ടെ. ആമേൻ. അപ്പോൾ ഞാൻ ഈ ശബ്ദം നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ അടുത്തും ദൂരത്തും സമീപത്തും ഒക്കെ ഈ ശക്തികളുണ്ട്. അതല്ലേ പറഞ്ഞേ, പല മേഖലയിലല്ലയോ കർത്താവ് പൗലോസ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ആമേൻ, വാഴ്ചകളായിട്ട്; രണ്ട്, അവൻ്റെ അധികാരമായിട്ട്; മൂന്ന്, അന്ധകാരത്തിൻ്റെ ആമേൻ ലോകാധിപതിയായിട്ട്; അടുത്ത് പറയുന്നു ആകാശമണ്ഡലങ്ങളുടെ ദുഷ്ടാത്മസേനയോടും. ആകാശമണ്ഡലത്തിൽ ദുഷ്ടാത്മസേനയോടും. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ പൈശാചിക ശക്തി എന്ന് പറയുന്നത് ഒന്നല്ല, അതൊരുപാടുണ്ട്. ആമേൻ. ഒന്നല്ല, അതൊരുപാടുണ്ട്. അത് ആ ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി എന്നല്ല, ലോകാധിപതികളോടും അല്ലേ അതിൻ്റെ അർത്ഥം. അവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുക, ബഹുവചനം. ആമേൻ. ഒന്നൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഞാനത് വിടുന്നു, അതിൻ്റെ വിഷയമല്ല. അവരൊരു സേന പോലെ നിൽക്കുക, ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേന. മനസ്സിലാകുന്നു? ഒരു സേന, ഒരു സൈന്യം. ഒരു സൈന്യം എന്ന് പറയുമ്പോൾ എത്ര? ഒരു സൈന്യം, ഒരു സൈന്യം എന്ന് പറയുമ്പോൾ ഒരാളൊന്നുമല്ല സൈന്യം. പിന്നെയോ ഒരു യുദ്ധം, ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഒരു 500 1000 പേര് എന്ത് ചെയ്യും? ഒരുമിച്ച് ട്രക്കിലോ പ്ലെയിനിലോ ഒക്കെ വന്നങ്ങോട്ട് ഇറങ്ങും. എന്തിന്? യുദ്ധത്തിന് പോകാൻ. മനസ്സിലാകുന്നോ? ഇതൊരു സൈന്യമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങൾ മറുഭാഗത്ത് ഒറ്റയ്ക്കാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഒറ്റയ്ക്കാണെങ്കിലും ഒരുപക്ഷെ ദുഷ്ടാത്മശക്തികൾ 1000 ഉണ്ടെങ്കിലും 10000 ഉണ്ടെങ്കിലും എതിരിടാൻ, അവരോടും നേരിടാൻ, ഭയമില്ലാതെ നിൽക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാനാ പൗലോസ് പറയുന്ന, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. യേശു പത്രോസിനെയും യോഹന്നാനെയും അല്ലെങ്കിൽ 12 ശിഷ്യന്മാരെയും കൊണ്ട് ഗദരദേശത്ത് പോയി അല്ലേ? ഗദരദേശത്ത് പോയില്ലേ? ഗദരദേശത്ത് പോയ യേശു പത്രോസിനെയും യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, അന്ത്രയോസുണ്ട്, ഫിലിപ്പോസുണ്ട്, യൂദാമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരുടെ ബലത്തിലാണോ കർത്താവ് ലഗ്യോനെ പുറത്താക്കിയേ? അവരുടെ ബലത്തിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ പറയും അത് ശുദ്ധ അബദ്ധമാണ്. കാരണം അവരുടെ ബലത്തിലല്ല യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്. യേശു ആ ഭൂതത്തോട് ചോദിച്ചപ്പോൾ ആമേൻ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ഭൂതം റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്, ഞങ്ങൾ പലരാണ്, എൻ്റെ പേര് ലഗ്യോൻ. ആ വാക്കിൻ്റെ ആ ഭാഷയിലെ അർത്ഥം എന്തെന്നറിയാമോ? 6000. എൻ്റെ ചിന്ത 6000ത്തോട് ഒറ്റയ്ക്ക് കർത്താവ് പൊരുതുകയാണ്. ആമേൻ. എത്ര പേർക്കത് മനസ്സിലാകുന്നു? 6000തോട് ഒറ്റയ്ക്ക് യേശു പൊരുതുകയാണ്. ആ പൊരുതൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും തമ്പുരാൻ ഉറപ്പുണ്ട മരുഭൂമിയുടെ അകത്തു നിന്ന് പുറത്തു വരുന്നത് ഞാൻ ആമേൻ ആത്മാവിൻ്റെ ബലത്തോടെയാണ്, ഭക്ഷണത്തിൻ്റെ ബലത്തോടെയല്ല. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, അത് 6000 അല്ല 60000 ഉണ്ടെങ്കിലും ആമേൻ നിന്നിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തെ കവിയുവാൻ അതിന് കഴിയത്തില്ല. വിശ്വസിക്കുന്നവൻ അതിനെ ജയിക്കാൻ പോവുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നവൻ അതിനെ ജയിക്കാൻ പോവുകയാണ്.
എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഇല്ല 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 ഇല്ല. കർത്താവിൻ്റെ ശക്തിയാൽ ഞാനതിനെ ജയിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ബലത്താൽ ഞാനതിനെ ജയിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ശബ്ദം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ തളർന്നു പോയ നിന്നെ, തകർന്നു പോയ നിന്നെ ദൈവം ബലപ്പെടുത്തുവാൻ പോവുകയാണ്. നീ പ്രാപിക്കേണ്ട ബലം മനുഷ്യൻ്റെ ബലമല്ല, നീ പ്രാപിക്കുന്ന ബലം ലോകത്തിൻ്റെ ബലമല്ല, നീ പ്രാപിക്കേണ്ട ബലം ആമേൻ കർത്താവിൻ്റെ ബലമാണ്. എന്തിന്? നിനക്ക് വിരോധമായി നിൽക്കുന്നത് ഒന്നല്ല, 6000 അല്ല, ഇനി അതിൽ കൂടുതൽ വന്നാലും ആമേൻ നീ അല്ല തോൽക്കേണ്ടത്. പിന്നെയോ കൂടെ നിൽക്കുന്നവൻ്റെ ബലത്തിലല്ല നീ അവനെ ജയിക്കേണ്ടത്. പിന്നെയോ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ ആമേൻ ഭയം ലേശമില്ലാതെ അവൻ്റെ മുമ്പിൽ നിന്ന് അവനെ ശാസിക്കുക. നിന്റെ മുമ്പിൽ നിന്ന് വരിവരിയായ ദുഷ്ടാത്മസേനകൾ ഓടുന്നത് നീ കാണാൻ പോവുകയാണ്. ആമേൻ. നീ കാണാൻ പോവുകയാണ്, നീ തിരിച്ചറിയാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്നെ കൊണ്ടത് പറ്റുമോ? ഭക്ഷണത്തിൻ്റെ ബലത്തിൽ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കൃപ നിന്നിലുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. ഞാൻ ഈ ഭാഗത്തേക്ക് പിന്നെയും വരട്ടെ. അപ്പം നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? കർത്താവ് പറയുന്നത് നമുക്കൊരു പോരാട്ടം ഉണ്ട്. നമ്മൾ ചിലരൊക്കെ ചിലതിനോട് നമ്മൾ റെസ്ലു ചെയ്യാൻ പോവുക. ആമേൻ. ഒരു യുദ്ധം നടത്താൻ പോവുക, ഒരു മല്ലയുദ്ധം ഉണ്ട് അല്ലേ? ആരോടാണ്? ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് അപ്പുറത്തെ വീട്ടിലെ ശോശാമ്മയോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് അപ്പുറത്തെ വീട്ടിലെ തോമാച്ചനോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോടൊന്നുമല്ല. പിന്നെ ആരോടാ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെയോ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ആമേൻ. 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ആമേൻ. അല്ലേ? ആകാശമണ്ഡലങ്ങളിലെ അതൊരു സേന പോലെ കിടക്കുക, ഒരു സേന പോലെ കിടക്കുക. ഈ സേന പോലെ കിടക്കുന്ന ഈ ദുഷ്ടാത്മമണ്ഡലങ്ങളോട് പോരാടാൻ കർത്താവ് പറയുന്നു, പൗലോസ് പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, അവൻ്റെ അമിത ബലത്തിലും നമ്മൾ എന്ത് ചെയ്യട്ടെ? ശക്തിപ്പെടട്ടെ. ആമേൻ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ? ആമേൻ. എന്ത് ആയുധമാണ് പിശാചിനെതിരെ നമ്മൾ എടുക്കേണ്ടത്? എന്ത് ആയുധം കൊണ്ട് നമുക്കവനെ പോരാടാം? ഒരു ബലം വരണം, അത് കർത്താവ് നമുക്ക് തരുന്ന ബലം വന്നാലേ പറ്റത്തുള്ളൂ. ആമേൻ. ഇനി എന്ത് ആയുധമാണ് നമ്മൾ എടുക്കേണ്ടത്? എന്ത് ആയുധമാണ് നമ്മൾ ആമേൻ കയ്യിലെടുക്കേണ്ടത്? അതുകൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മളൊന്ന് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാ നിങ്ങൾ ദുർദിവസത്തിൽ, അല്ലേ? അതുകൊണ്ടാ നിങ്ങൾ ദുർദിവസത്തിൽ ആമേൻ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. Wherever take unto you the all armor of God. Amen. All armor of God. സർവായുധവർഗം ധരിക്കട്ടെ. സർവായുധവർഗം ഒന്ന് ചിന്തിക്കൂ. All armor of God, മുഴുവൻ ആയുധം. ആമേൻ. കുറച്ചൊന്നും എടുത്തുകൊണ്ട് പോകരുത്, ഒരു ചെറിയ വടി മാത്രം എടുത്തുകൊണ്ട് പോകരുത്. പിന്നെയോ എടുക്കുമ്പോൾ സർവായുധവർഗം എടുക്കുക. മുന്നേ നിൽക്കുന്ന കരുത്തരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന തഴക്കം പഴക്കം പരിചയമുള്ള ചില ദുഷ്ടാത്മശക്തികൾ ലോകാരംഭം മുതലേ ലോകത്തിൽ നിന്ന് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജനിച്ചു വന്ന പലതിനെയും ഭൂമിയിൽ ഒതുക്കിക്കളഞ്ഞ പാരമ്പര്യം പറയാനുള്ള ഈ ദുഷ്ടാത്മ വൈശാചിക മണ്ഡലങ്ങൾ എൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും വെളിപ്പെടുമ്പോൾ തമ്പുരാൻ പറയുന്നു, ചെറിയ വടിയുമായിട്ട് പോകരുത്, ചെറിയ ആയുധവുമായിട്ട് പോകരുത്, ചെറിയ ബലവുമായിട്ട് പോകരുത്. പോകുന്നെങ്കിൽ ആമേൻ പലതിനെയും ഇവിടെ ഓടിക്കുക. ആമേൻ. അത് അനുഭവമോന് പറയാനുണ്ട്. പക്ഷെ ജയിക്കാൻ നിങ്ങൾ പോകുന്നെങ്കിൽ സർവായുധവർഗം ധരിക്കട്ടെ. വാവ്. പിശാചിന് പറയാനുണ്ട്. പൈശാചികം പറയും, നിനക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നതാ. പിന്നെ പിശാച് പറയും, ആ പ്രവാചനൊക്കെ ഞാൻ ഓടിച്ചില്ലേ, അല്ലേ? യേശുവിനോടും പിശാചിന് പറയാൻ പറ്റിയാണ്, നിനക്കും യേശുവേ ഗുരു അങ്ങയ്ക്കും മുമ്പ് യോഹന്നാൻ വന്നില്ലേ, അവൻ്റെ തല ഞാൻ എടുത്തില്ലേ, അല്ലേ? ആമേൻ. ശക്തന്മാരായ മരുഭൂമിയിൽ നിന്ന് കയറി വന്ന പ്രവാചകനായ യോഹന്നാൻ്റെ തല ആമേൻ അത് താലത്തിൽ വെച്ച രാജാവ് എടുത്തു കൊടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും നിങ്ങളെക്കാളും ഒക്കെ ശക്തന്മാരായ പലരും 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 വന്നപ്പോൾ പിശാച് പറയും, നിസാരം, നിസാരം നിസാരം നിസാരമായിട്ട് ഞാൻ അവനെ എടുത്തു കളഞ്ഞു. ഈ പരിചയ സമ്പത്ത് ആർക്ക് കിടക്കുക? പിശാചിന് കിടക്കുക. എന്നാൽ യേശു പറയേ പരിചയ സമ്പത്തൊക്കെ വെച്ച് അവനോട് നിൽക്കത്തേ ഉള്ളൂ.
അവൻ പറയും ഇന്നാരെ ഞാൻ തകർത്തു, ഇന്നാരെ ഉടച്ചു, ഇന്നാരെ തകർത്തു, ഇന്നാരെ മുക്കി, ഇന്നാരെ കൊന്നു, ഇന്നാരെ ആക്സിഡൻറ്റിലാക്കി, ഇന്നാരെ ഞാൻ ഇല്ലാതാക്കി, ഇവരെല്ലാം ഞാൻ ഒതുക്കി, കല്ലെറിഞ്ഞു കൊന്നു, വാളുകൊണ്ട് വെട്ടിക്കൊന്നു, എണ്ണയ്ക്കകത്തിട്ടു, അയ്യോ എന്തൊക്കെയോ അവന് പരിചയ സമ്പത്ത് കൊണ്ടവൻ പറയുക. പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്നത് എതിർത്ത് നിൽക്കുക. എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി സംസാരിക്കുന്നു. ഭയന്നുകൊണ്ടിരിക്കുന്ന ചിലതിനോട് ആത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. ഭയക്കാനല്ല, അത് നിങ്ങളെ വിട്ട് ഓടാൻ പോവുക. ഈ നാളുകളിൽ അത് നിങ്ങളെ വിട്ട് ഓടാൻ പോവുക. നിന്റെ കുടുംബത്തെ ചുറ്റി നീക്കുന്ന, നിന്റെ കുടുംബത്തെ കുട്ടിച്ചോറാക്കിയ, നിന്റെ ഭവനത്തെ തകർക്കുന്ന ഈ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ വിട്ട് ഓടാൻ പോവുകയാണ്. എന്താ ബൈബിള് പറഞ്ഞേ? സർവായുധവർഗം ധരിക്കട്ടെ. അവരെത്ര ആയുധം ഉണ്ടെങ്കിലും, അതല്ലേ ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞേ? അയ്യോ, അവൻ്റെ ആയുധത്തിൻ്റെ വലിപ്പം ഗോലിയാത്തിൻ്റെ ആയുധത്തിൻ്റെ വലിപ്പം ദാവീദിന് താങ്ങത്തില്ല. നിസ്സാരം പറഞ്ഞാൽ ശൗലിൻ്റെ പടച്ചട്ട പോലും താങ്ങാൻ കഴിയാത്തവനായിരുന്നു. ശൗലിൻ്റെ പടച്ചട്ട പോലും താങ്ങാൻ കഴിയാത്തവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗോലിയാത്തിൻ്റെ ആയുധം എങ്ങനെ താങ്ങും? വാളൊന്ന് ഉയർത്താൻ അവൻ്റെ കരത്തിന് തെല്ലും ബലമില്ലാതെ വീണുപോയ സമയങ്ങളില്ലേ? പക്ഷെ പരിചയം കൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പിശാച് പരിചയ സമ്പത്ത് വെച്ച് വെല്ലുവിളിക്കുമ്പോൾ നിന്റെ തലയിലൊരു പുത്തൻ അഭിഷേകമുണ്ട്. അവൻ്റെ പരിചയ സമ്പത്തിനെ വെല്ലുന്ന, അവൻ്റെ പഴയ അനുഭവങ്ങളെ വെല്ലുന്ന ഒരു പുതിയ എണ്ണം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദാവീദേ, ജയം നിന്റെ ഭാഗത്തുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടത് അവർ ഉറപ്പാണ്. എതിർക്കാൻ തയ്യാറാണോ? പണ്ട് എണ്ണ വീണ ശൗൽ എതിർക്കാതെ നിൽക്കുക. പക്ഷെ ഇപ്പോൾ എണ്ണ വീണ നീ എതിർക്കാൻ തയ്യാറാണോ? ആമേൻ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? പഴയ എണ്ണയുടെ കഥ പറഞ്ഞ ശൗലുമാർ മാറി നിൽക്കുമ്പോൾ പുതിയത് എണ്ണ തേച്ച് കൊണ്ടുവന്ന അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ ഈ ശബ്ദം ആരുടെയൊക്കെ മേൽ ഒരു അനോയിൻറ്റിങ് പകരുകയാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുതിയ എണ്ണയുടെ കൈമാറ്റത്തെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അടുത്ത തലമുറയ്ക്കൊരു ആത്മാവിൻ്റെ പകർച്ചയിടുകയാണ്. പിശാചിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു തലമുറയല്ല. അവനെ ജയിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ മേൽ ഒരു അസാധാരണമായ അഭിഷേക തൈലത്തെ ദാവീദിന്റെ തലമേൽ ഇട്ടതുപോലെ സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ ഇടട്ടെ. Now you receive the holy anointing in the name of Jesus. Come on. ആ തൈലം വീണ ദാവീദ് പറയുക, അവൻ്റെ കയ്യിൽ ഭയങ്കര ആയുധങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഈ തൈലം വീണ ദാവീദ് പറയുക, അവൻ എത്ര പൊക്കം ഉണ്ടെങ്കിലും അതെനിക്കൊരു വിഷയമേ അല്ല. ആമേൻ. അവൻ എത്ര ആരോഗ്യമുണ്ടെങ്കിലും 40 ദിവസമായി അവൻ വന്നു പോകുന്ന പരിചയം പറയാനുണ്ടെങ്കിലും എനിക്കതൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും പരിചയം കണ്ടേക്കാം, മാസങ്ങളുടെ പരിചയം കണ്ടേക്കാം, വർഷങ്ങളുടെ പരിചയം പറയാൻ കണ്ടേക്കാം. പക്ഷെ ഞാൻ പറയാം, അതൊന്നും തൈലത്തിൻ്റെ മുമ്പിൽ ഒക്കത്തില്ല. ദേശത്തെ ലഗിയോനെ നീ മാണ്ടുകളായി കാണും, ആ ദേശത്തെ കുട്ടിച്ചോറാക്കി. പക്ഷേ എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ മുമ്പിൽ അതൊന്നും ചാലിക്കത്തില്ല, അതൊന്നും നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകം നിന്റെ മേൽ കിടക്കുന്ന ദൈവിക അനോയിന്റിങ്, ചില പൈശാചിക മണ്ഡലങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവം ഇന്ന് പകല ബലത്തെ നിനക്ക് കൈമാറട്ടെ. യെസ്, നൗ യു റിസീവ്. ആമേൻ. കം ഓൺ. ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. വേഗത്തിൽ 1-2 ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. സർവായുധവർഗം ധരിക്കണം. ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. ആമേൻ. സർവായുധവർഗം. എന്തായി സർവായുധവർഗം എന്ന് പറഞ്ഞാൽ ചെരുപ്പിട്ടുകൊണ്ട് മാത്രം പോകാനല്ല, ഉടുപ്പും ധരിക്കണം. ഉടുപ്പ് മാത്രം ഇട്ടാൽ പോരാ. ഒരു മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോകുന്നു ചിന്തിക്കുക. ആമേൻ. ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് പോവുക. അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഒരു ആക്ഷൻ എടുത്തിട്ട് അവർ അതിനുവേണ്ടി ഇങ്ങോട്ട് പോവുക. ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കാം. വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണോ പുള്ളിക്കാരൻ പോകുന്നത്? പെട്ടെന്ന് തങ്ങൾക്കൊരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം എടുത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും, അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു ബാഗൊക്കെ ഉണ്ട്. ഈ ബാഗിനകത്ത് അവർ കുടിക്കാനുള്ള ബോട്ടിൽ വെള്ളം വരെ ഉണ്ട്. പിന്നെ
അത്യാവശ്യത്തിന് രക്ഷപ്പെടാനുള്ള കത്തി, ചെപ്പ്, ചവറെല്ലാം അതിൻ്റെ അകത്തുണ്ടാകും. പിന്നെ നല്ലൊരു ബൂട്ട് ധരിക്കും. പിന്നെ ഫൈറ്റിങ്ങിനാണ് പോകണമെങ്കിൽ ഞാൻ പറയട്ടെ, നല്ലൊരു ഹെൽമറ്റ് അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടാകും. പിന്നെ ഒരു AK-47 കയ്യിൽ കാണും. വാസ്തവമായിട്ടും പറയാമല്ലോ. പിന്നെ ഒരു ഷീൽഡ് എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കരുതി പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ അവനെ പരാജയപ്പെടുത്താനുമുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, ഒറ്റയ്ക്കോ ചെറിയൊരു ആയുധമായിട്ട് പോരുന്നത്, സർവായുധ വർഗം ധരിച്ചു കൊണ്ടുപോട്ടെ. സർവായുധ വർഗം ധരിച്ചു കൊണ്ടുപോട്ടെ. എന്താണ് സർവായുധ വർഗം? ഈ പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്ത് ഈ വാളും പരിചയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും. പല നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ പുസ്തകങ്ങളിലൊക്കെ കാണും. ഹിസ്റ്ററിയുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവിടെ പഴയ ഭടന്മാരെ കുറിച്ച് കാണാം. പടച്ചട്ടൊക്കെ ഇട്ട്, ഇരുമ്പ് ചട്ടയൊക്കെ ഇട്ട്, തലയിലൊരു വലിയ ഹെൽമറ്റൊക്കെ വെച്ച്, പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ചിട്ട് വെട്ടൊന്നും കൊള്ളാതെ ഒരു പരിച ഇടത്തെ കയ്യിൽ പിടിച്ച്, ഒരു വാളിങ്ങനെ വലത്തെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പല പൊസിഷൻ നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് മുഴുവൻ ആയുധവർഗത്തോടെ ഇറങ്ങണം. മുഴുവൻ ആയുധവർഗത്തോടെ. എന്താ ഈ ഹോൾ ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധവർഗം. അത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലുണ്ട്. 1, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടണം. ഒരു പാൻസൊക്കെ ഇട്ടിട്ടാണ് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ താൻ പോകുന്നതെങ്കിൽ തൻ്റെ അരയ്ക്കൊരു ബെൽറ്റ് ഉണ്ടാകും, അല്ലേ? താൻ ഒരു ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ, ഒരു ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ പാൻറ്റ് അങ്ങനെ ഇട്ടേക്കത്തില്ല, മറിച്ച് ഒരു ബെൽറ്റ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ്. അതുപോലെ കർത്താവും പറയുന്നു, നീ പിശാചിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട്, റെസ്ൽ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? അരയ്ക്കൊരു ബെൽറ്റ് കെട്ടണം. അത് ലെതറിൻ്റെ ബെൽറ്റ് അല്ല, പിന്നെ അത് സത്യം കൊണ്ട് കെട്ടണം. സത്യം നിൻ്റെ അരയ്ക്ക് മുറുക്കണം എന്ന് പറഞ്ഞാൽ കള്ളത്തരം നിൻ്റെ ജീവിതത്തിൽ പാടില്ല. ഫോഷ്ക്ക് പാടില്ല. കാരണം അവൻ ഫോഷ്കിൻ്റെ അപ്പനാണ്. ഫോഷ്കിൻ്റെ അപ്പനോട് കള്ളത്തരം പറഞ്ഞ് ജയിക്കാമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. നിനക്ക് ജയിക്കണോ? സത്യത്തെ അരയ്ക്ക് കെട്ടട്ടെ. അപ്പോൾ സത്യം എന്ന ബെൽറ്റ് അരയ്ക്ക് നമ്മൾ കെട്ടണം. അടുത്തെന്താ പറയുന്നത്? സത്യം നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അടുത്ത് പറയുന്നു നീതി എന്ന കവചം. നീതി എന്ന കവചം. ഈ കവചം എവിടെ ധരിക്കുന്നേ? നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റാൻഡ് therefore having your loins girt about with truth and having on the breastplate of righteousness. breastplate of righteousness എന്താ വാക്കിൻ്റെ അർത്ഥം? ഈ നെഞ്ച് ഭാഗത്ത് ഒരു പടച്ചട്ട ഇടാറുണ്ട്, അല്ലേ? ബുള്ളറ്റ് പ്രൂഫ്. നമ്മുടെ അന്നുണ്ട്, ഇന്ന് ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയും. വെടി വച്ചാൽ കൊള്ളാത്ത സംഭവം. വെടിയുണ്ട വന്നാൽ അതിനെ തെറിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ അകത്തോട്ട് കയറത്തില്ല, അതിനെ പ്രതിരോധിക്കുന്ന ചില വസ്ത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഭാഗത്ത് ദൈവാത്മാവ് പറയുകയാണ്, റൈറ്റ്യസ്നസ്, നീതി എന്ന കവചം നീ ധരിക്കട്ടെ. നിന്റെ ഹൃദയത്തെ നീതി എന്ന കവചം കൊണ്ട് പൊതിയട്ടെ. നിന്റെ ഹൃദയത്തെ എങ്ങനെ? നിന്റെ ശരീരത്തെ നീതി എന്ന കവചം കൊണ്ട് പൊതിയട്ടെ. അപ്പോൾ നീ ധരിക്കേണ്ട പടച്ചട്ട എന്ന് പറയുന്നതും നീതിയുടെ പടച്ചട്ടയാണ്. ഹല്ലേലൂയ. 1, അരയ്ക്ക് സത്യം കെട്ടണം, അല്ല? അരയ്ക്കുള്ള ബെൽറ്റ് ഏതാണ്? സത്യം എന്ന ബെൽറ്റ്. 2, നീതി എന്ന കവചം ധരിക്കണം. അടുത്തെന്ത് പറയുന്നു? സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആൻഡ് യുവർ ഫീറ്റ് ഷോഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കം നിന്റെ കാലിൽ ചെരുപ്പ് പോലെ കിടക്കട്ടെ. സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. ഈ മിലിറ്ററിയിലൊക്കെ ഉള്ള പ്രിയപ്പെട്ടവരെ, മിലിറ്ററിക്കാരനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സ്ലിപ്പർ ഇട്ടുകൊണ്ടല്ല അവർ യുദ്ധത്തിന് പോകുന്നത്. പിന്നെ ഈ മുട്ടുവരം കൊണ്ട് പൊങ്ങി നിൽക്കുന്ന വലിയ ബൂട്ടുണ്ട്, വലിയ ബൂട്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പിക്ചറൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഈ മുട്ടുവരെ കിടക്കുന്ന ചില ബൂട്ടുണ്ട്. ഈ ബൂട്ട് വിട്ടേച്ചാ ഇവരെവിടെ പോകുന്നേ? ഫൈറ്റിന് പോകുന്നേ, യുദ്ധത്തിന് പോകുന്നേ. ഇവർ ഈ സേവയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവർക്കറിയാം വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബൂട്ടേ പറ്റത്തുള്ളൂ. മുള്ളു പൊത്തു കയറരുത്.
ഈ കുപ്പിച്ചില്ലുകളൊന്നും പൊത്തു കയറരുത്. നമ്മുടെ കാലിന് ദോഷം ഇതുണ്ടെങ്കിലേ നമുക്ക് നടക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ നടപ്പ് ശരിയായിട്ട് പോകണമെങ്കിൽ വലിയൊരു ബൂട്ട് വേണം. ആമേൻ. പിന്നെ ഇഴജന്തുക്കൾ കാണും, പാറയുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മുൾച്ചെടികളുടെ ഇടയിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിൽ ചവിട്ടേണ്ടി വരും. ഈ സമയത്ത് തരണം ചെയ്യണമെങ്കിൽ വലിയ ബൂട്ടുണ്ടെങ്കിലേ പറ്റൂ. ബൈബിള് പറയുന്നു, പിശാചിൻ്റെ മുമ്പിൽ നീ ഫൈറ്റിന് വേണ്ടി പോകുമ്പോൾ ഈ ലോകത്തെ ബാറ്റയുടെ ബൂട്ടല്ല ആവശ്യം, പിന്നെയോ സമാധാന സുവിശേഷം നിൻ്റെ കാലിന് ചെരുപ്പാക്കുക. സുവിശേഷം പറയുന്ന പോലെ കാല് വച്ചാൽ നിൻ്റെ ഭാഗത്തെ ജയമുള്ളൂ. ആമേൻ. നീ തോൽക്കത്തില്ല, നിൻ്റെ കാല് പതറിപ്പോകാൻ ദൈവം ഇടയാക്കത്തില്ല, നീ ജയാളിയായി തിരിച്ചു വരാനിടയായിത്തീരും. ആമേൻ. ഇപ്പോൾ ബൈബിൾ എന്താ പറയുന്നത്? ആമേൻ. നിൻ്റെ കാലിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പ. ഒരുക്കം കാലിന് ചെരുപ്പ, ഒരുക്കം കാലിന് ചെരുപ്പ. ഇന്ന് പോലെ ആത്മാവ് കൈമാറട്ടെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു. ഉടമഷം ധൂനിയറകൽ ഖമനകടകസിയ. നിൻ്റെ കാലിൻ്റെ ആമേൻ ധരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് സുവിശേഷം, സുവിശേഷമാകുന്ന ചെരുപ്പ്. അതില്ലാത്തടുത്ത് നീ കാല് വയ്ക്കരുത്. സുവിശേഷം എന്ന ചെരുപ്പില്ലാതെ നീ കാല് വയ്ക്കരുത്. പ്രതിസന്ധികളിൽ നിൻ്റെ കാലുകൾക്കൊരു സൊല്യൂഷൻ തരുന്നത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷം നിന്നെ നടത്തട്ടെ. അടുത്തെന്താ പറയുന്നത്? അപ്പോൾ കാലിടേണ്ട ചെരുപ്പ് സമാധാന സുവിശേഷം അല്ലേ? സമാധാനം. നീ സമാധാനത്തോടെ വയ്യാ മതി. ഏലിയ വന്ന നമ്മൾ ഗോലിയാത്തിനെയും ദാവീദിനെ നോക്കി നോക്കാം. ഗോലിയാത്ത് ദാവീദിനെ കണ്ട നീ കൊച്ചു പയ്യനാ, നീ നരുന്ത് ചെറുക്കനാ. ആമേൻ. നീ ഇനിയും മുന്നോട്ട് വന്നാൽ നിന്റെ മാംസത്തെ ഞാൻ ആകാശത്തിലെ പറവകൾക്ക് പിച്ചു ചീന്തും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ ദാവീദ് വലിയ പ്രകോപനമൊന്നുമില്ല. പിന്നെ സമാധാന സുവിശേഷമില്ലേ, സമാധാനത്തോടെ പോയി. നീ എന്നാ പിച്ചു ചീന്തിയാലും എനിക്ക് വിഷയമില്ല, ഞാൻ നടക്കുന്നത് ദൈവകൃപയില്ല അല്ലേ? ഭയങ്കര വാക്കൊക്കെ നമ്മൾ കേൾക്കും. അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ നിന്നെ തകർത്ത് കളയുമെന്നും 90 കഴിയത്തില്ലെന്നും പിന്നെ ഒരാഴ്ചയോടെ നിന്നെ മുടിക്കുമെന്നും നിൻ്റെ ജീവിതം തകരുമെന്നും ഇടി വീഴുമെന്നും പിന്നെ ആക്സിഡൻറ്റ് നടക്കും എന്നൊക്കെ പറഞ്ഞ് മണ്ണ് വാരിയിട്ട് പറയട്ടെ. അതിൻ്റെ ഒക്കെ നടുവിൽ നിൻ്റെ ചെരുപ്പ് എന്താ? സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ്. അവർ പറയട്ടെന്നേ. പക്ഷെ വീഴുന്നത് നമ്മളല്ല, വീഴുന്നത് പറഞ്ഞവൻ വീഴാൻ പോവുക. വീഴുന്നത് ഞാനോ നീയോ അല്ല, ഞാനും നിങ്ങൾ കർത്താവിൻ്റെ സമാധാന സുവിശേഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഓർക്ക, ആരാ വീഴുന്നതെന്നറിയാമോ? നിനക്കെതിരെ നിന്നവൻ വീഴാൻ പോവുകയാണ്. 40 നാളുകൾക്ക് ശേഷം ഗോലിയാത്ത് വീഴുന്നത് സർവ്വസഭയും അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും കണ്ടെങ്കിൽ അഭിഷിക്തൻ്റെ കയ്യിൽ അവൻ്റെ തല വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ്റെ അധികാരം നിന്റെ കരത്തിലേക്ക് ദൈവം നൽകാൻ പോവുകയാണ്. വാവ്, കം ഓൺ. എന്താ ദൈവവചനം പറഞ്ഞേ അല്ലേ? ആ ദൈവത്തിൻ്റെ സർവായുധ വർഗം. അപ്പോൾ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് എന്താക്കണം? ചെരുപ്പാക്കണം. അടുത്ത 16-ാമത്തെ വാക്യം എന്ത് പറയുന്നു? Above all, taking the shield of faith. Amen. വിശ്വാസമെന്ന പരിച കരത്തിലെടുക്കണം. വിശ്വാസമെന്ന പരിച. 16-ാം വാക്യം, എല്ലാത്തിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ അല്ലേ? അപ്പോൾ ഓൾ ആർമർ എന്ന് പറയുമ്പോൾ ഒരു ബൂട്ട് മാത്രം പോരാ, ഒരു പടച്ചട്ട മാത്രം പോരാ. ഓൾ ആർമർ എന്ന് പറഞ്ഞാൽ തല മുതൽ പാദം വരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ദൈവം ചില ആയുധം തന്നിട്ടുണ്ട്. അതാണ് ഓൾ ആർമർ, സർവായുധ വർഗം. ആ പദം മറക്കരുത്. ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്, ദ ഓൾ ആർമർ ഓഫ് ഗോഡ്, സർവായുധ വർഗം. അപ്പോൾ കർത്താവ് പറയുന്നു, ആമേൻ, ധരിക്കുമ്പോൾ എന്ത് ധരിക്കണം? ബൈബിൾ ഇങ്ങനെ പറയുക, ഇതെല്ലാത്തിനും ഇത് ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എന്ന് പറഞ്ഞാൽ വെട്ടാൻ മാത്രം നിന്നാൽ പോരാ, ഇങ്ങോട്ടും കിട്ടും അല്ലേ? പരിചയുടെ ഗുണം എന്തുവാ? പരിചയുടെ ആവശ്യം എന്തുവാ? ഒരു പരിച എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ വെട്ടാനുള്ളതല്ല, അവൻ്റെ വെട്ട് തടയാനുള്ളതാണ്. വാസ്തവമായിട്ടും യുദ്ധസേവയ്ക്ക് നിൽക്കുന്ന ആമേൻ ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഒരു എൻകൗണ്ടർ പിശാചുമായിട്ട് നിനക്കുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരോടൊരു നേരിടൽ നീ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, വെറുതെ നിൽക്കരുത്, കയ്യിലൊരു പരിച വേണം. ഈ പരിച ഇരുമ്പല്ല, ഈ പരിച ഉരുക്കല്ല. ഈ പരിച ചിലർ പറയുന്നുണ്ട്, ചില പിള്ളേരൊക്കെ ഉണ്ട്, ആമേൻ, പരിച എന്ന് പറയുമ്പോൾ ഇഡലിയുടെ തട്ട് കൊടുത്തുകൊണ്ട് വരും അല്ലേ? അതല്ല ഇവിടുത്തെ പരിച. പിന്നെയോ ഇത് വിശ്വാസമെന്ന പരിച. നിന്റെ ഇടം കയ്യിൽ വിശ്വാസമെന്ന പരിച മുറുക്കി പിടിക്കുക. പിശാച് പറയും നീ 90 തികയത്തില്ല. ഇത് പിശാച് എന്ന് പറഞ്ഞപ്പോൾ പിശാചിലൂടെ
ആരെങ്കിലുമൊക്കെ ആ പിശാച് ആരിലൂടെങ്കിലുമൊക്കെ നിന്നോട് നിൻ്റെ ചെവി കപ്പിക്കുന്ന വചനം എന്തുവാ പറയുന്നത്? ആമേൻ, നീ 90 തികയത്തില്ല. അന്നേരം നീ പറ, 91 ദൈവം എന്നോട് കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണും. വിശ്വാസം കൊണ്ട് നമ്മൾ അവനെ പ്രതിരോധിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിശ്വാസം കൊണ്ട് നമ്മൾ അവനെ പ്രതിരോധിക്കാൻ പോവുകയാണ്. വിശ്വാസം കൊണ്ട് അവൻ പറയുക, നീ തകരും കേട്ടോ, ഇന്ന് നീ പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ എത്തത്തില്ല. പിശാചിനോട് നമ്മൾ തിരിച്ച് പരസ്യമായിട്ട് പറ, പിശാചെ, ഇന്ന് ഞാൻ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയോടെയാണ്, ദൈവത്തിൻ്റെ കരമെൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും ഇതേ വീട്ടിൽ വന്ന് കയറും. പിശാച് നിനക്കെതിരെ വാദിക്കും, നിനക്കെതിരെ പലതും പറയും, നിനക്കെതിരെ പലതും ചെയ്തേക്കാം. പക്ഷേ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂതായി പറയാം, വിശ്വാസമെന്ന പരിചയം എടുത്തേച്ച് പറ, പിശാച്, നീ പറയുന്ന പോലെ ഞാൻ ചത്തുപോകത്തില്ല, നീ പറയുന്ന പോലെ ഞാൻ വീണു പോകത്തില്ല, നീ പറയുന്ന പോലെ ഞാൻ നശിച്ചു പോകത്തില്ല, നീ പറയുന്ന പോലെ ഞാൻ ഉടയത്തില്ല. ആമേൻ, ഞാൻ ഉടയാൻ എനിക്കൊരു സമയമുണ്ട്. ഞാൻ നശിക്കുവാനെന്നല്ല, എൻ്റെ ജീവിതം അവസാനിക്കാൻ എനിക്കൊരു സമയമുണ്ട്. ദൈവം അനുവദിച്ചാലേ നടക്കത്തുള്ളൂ. ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ ആമേൻ, നീ ഒളിയമ്പ്, നീ തീ അയക്കുന്ന തീയമ്പ് ഞാൻ എന്ത് ചെയ്യും? പരിച കൊണ്ടത്, വിശ്വാസമെന്ന പരിച കൊണ്ട് തടയും. ഭക്തന്മാരോട് ഞാൻ പറയാം, വിശ്വാസമെന്ന പരിച നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടാകട്ടെ. കാരണം അവൻ ഇങ്ങോട്ട് പല അമ്പുകളും എഴുതേക്കും. അത് മുന്നറിയിപ്പായിട്ട് പൗലോസ് പറയുക, അവൻ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസമെന്ന പരിച എടുക്കണം. പരിച മാത്രം എടുത്താൽ പോരാ, പിന്നെ ഇടത്തെ കയ്യിൽ പരിച എടുക്കുമ്പോൾ വലത്തെ കയ്യിൽ കർത്താവ് പറയുക, വാളും എടുക്കണം. അല്ലേ? അതിൻ്റെ 17-ാമത്തെ വാക്യം എത്തുക, രക്ഷ എന്ന ശിരസ്ത്രവും. അല്ലേ? രക്ഷ എന്ന, അപ്പോൾ ഇത് എന്തൊക്കെയായി? നമ്മൾ അരയിലൊരു ബെൽറ്റായി, ഒരു കവചം ധരിച്ചു, നീതി എന്ന കവചം ധരിച്ചു. അരയിൽ കിട്ടുന്ന ബെൽറ്റ് എന്തുവാ? സത്യം എന്ന ബെൽറ്റ്. ഇനി എന്തുവാ ഈ പടച്ചട്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്ന സംഭവം എന്തുവാ? അത് നീതിയുടെ കവചം, നീതി പ്രവൃത്തികളുടെ കവചം. ആമേൻ, നല്ല പ്രവൃത്തികളുണ്ടെന്ന കവചം. ഇനി കാലിനൊരു ബൂട്ടുണ്ടല്ലോ. എന്താണ് ബൂട്ട്? സമാധാന സുവിശേഷമാകുന്ന ഒരു ബൂട്ട്. ആമേൻ. അടുത്തെന്താ പറഞ്ഞ്? ഇടത്തെ കയ്യിലൊരു പരിചയമായി. ഇനി തലയിൽ എന്തുണ്ടാ? മിലിറ്ററിക്കാരെ നോക്കിയാൽ അറിയാം, നല്ലൊരു ഹെൽമെറ്റ് വയ്ക്കും, വെടിയുണ്ടെന്ന് ഏക്കാതെ, വിഴുന്നാലൊന്നും സംഭവിക്കാതെ. ആമേൻ, ഒരു ഹെൽമെറ്റ് വച്ചേക്കും. ആമേൻ, ഈ ഹെൽമെറ്റ് തലയിൽ വെച്ചേക്കും. അല്ലെങ്കിൽ പണ്ടത്തെ ഭടന്മാരോട് ചോദിച്ചാൽ തലയിലൊക്കെ ഒരു ഇരുമ്പ് ചട്ടി കമത്തിയ പോലെ കാണും, അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി കമത്തിയ പോലെ. എന്തിനാ? പെട്ടെന്നും കിട്ടിയ തലയിലൊന്നും കൊള്ളരുത്. ആമേൻ, ഒരു ഇരുമ്പ് ചട്ടി കമത്തി വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുന്ന ആ ഒരു ശിരസ്ത്രം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബൈബിൾ പറയുന്നു, നമ്മൾ അണിയേണ്ട ഹെൽമെറ്റ് എന്തുവാ? ആ 2 വീലറിൽ പോകുമ്പോൾ ധരിക്കേണ്ട ഹെൽമെറ്റ് ഒന്നുമല്ല. നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ, സാൽവേഷൻ. ബൈബിൾ പറയുന്നത് സാൽവേഷൻ, രക്ഷ നീ പ്രാപിച്ചിരിക്കട്ടെ. ആമേൻ. എന്താണ് രക്ഷ? അത് ബൈബിളിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, നിനക്ക് രക്ഷയുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കള്, അപ്പോൾ നിനക്ക് ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നു, നിനക്ക് രക്ഷ. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ, ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം, രക്ഷയുടെ തലഖോരിക, രക്ഷയുടെ ഹെൽമെറ്റ്. ആമേൻ. അപ്പോൾ നീ പ്രാപിച്ച രക്ഷ നിൻ്റെ ശിരസ്ത്രമാണ്, നിൻ്റെ ഹെൽമറ്റാണ്. മനസ്സിലാകുന്നോ? ആമേൻ. അതിനെ കൂടുതൽ വിവരിപ്പാൻ എനിക്ക് സമയമില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് ചോദിച്ചാൽ അവരെ വേറൊരു റൂട്ട് നമ്മളങ്ങ് കയറിപ്പോകും. അപ്പോൾ ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഒരു കവചം, രക്ഷയുടെ. അപ്പോൾ രക്ഷ എന്തെന്നറിയുന്നവനെ ആ കവചം അറിയാൻ പറ്റൂ. ആമേൻ. അപ്പോൾ നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു കവചമാണ്, ഒരു ശിരസ്ത്രമാണ്. കമോൺ, ഞാനത് വിടുന്നു. അപ്പോൾ അടുത്തെന്താ പറഞ്ഞേ? തലയിൽ ഹെൽമെറ്റായി, അത് രക്ഷ, സാൽവേഷൻ. അടുത്തെന്താ പറയുന്നേ? ആമേൻ. അടുത്ത പറയുന്നു 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിൻ്റെ അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അല്ലേ? എന്ത് പറയുന്നു? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. അയ്യോ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ബൈബിൾ ഇങ്ങനെ പ്രത്യേകം ബൈബിൾ പറയുക, ദൈവവചനമെന്ന ആത്മാവിൻ്റെ. അപ്പോൾ ഇടത്തെ കയ്യിൽ വിശ്വാസമെന്ന പരിച നമ്മൾ പിടിക്കുമ്പോൾ വലത്തെ കയ്യിൽ എന്താ പഠിപ്പിക്കുന്നത്? ആമേൻ, വാള് പിടിച്ചേ മതിയാകത്തുള്ളൂ. ഈ വാൾ അങ്ങോട്ട് വെട്ടാനുള്ളതാണ്. എന്ത് വാളാണ് പിടിക്കേണ്ടത്? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആൻഡ് ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ ആൻഡ് ദ സോർഡ് ഓഫ് സ്പിരിറ്റ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ആമേൻ. ആൻഡ് ദ സോർഡ് ഓഫ് Spirit which is word of God. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ആമേൻ. By the sword of the Spirit which is the word of God. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഇരുമ്പ് വാളല്ല കേട്ടോ. ആമേൻ. പ്ലാസ്റ്റിക് അല്ല നമുക്ക് ആവശ്യം.
അല്ലെ മറ്റൊരു എന്തെങ്കിലും അല്ല നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ണി കാണുന്നതല്ല നമുക്ക് ആവശ്യം. ബൈബിൾ വചനം പറയുന്നു, എടുക്കുന്നെങ്കിൽ എന്തെടുക്കട്ടെ? ആമേൻ. എടുക്കുന്നെങ്കിൽ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള, ദ സ്പിരിറ്റ്. ആമേൻ, ആമേൻ. ബൈബിളിൽ സ്വാഡ് ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ വാള, അത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള. ഓ, എത്ര പേർക്ക് നിനക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയെ നേരിടാൻ കർത്താവ് തരുന്ന വാള് ഇരുമ്പല്ല, വചനമെന്ന ആത്മാവിൻ്റെ വാള്, അല്ലേ? വചനം. നീ വചനമെന്ന ആത്മാവിൻ്റെ വാള് കൊണ്ട് വെട്ടിയ ഏത് പിശാചിനും മുറിവേൽക്കും. ഏത് പിശാചിനെ നമുക്കവനെ മുറിപ്പെടുത്താം, ഏത് പിശാചിനെ നമുക്കവനെ തോൽപ്പിക്കാം. കാരണം ഇരുമ്പ് ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. എബ്രായ ലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏതൊരു വാളിനേക്കാൾ മൂർച്ചയേറിയത് അറിയുന്നവർ പറയുകയാണ്, കൊണ്ടവർ പറയുകയാണ്, പ്രയോഗിച്ചവർ പറയുകയാണ്, ഇരുവായി തലയുള്ള രണ്ട് സൈഡ് മൂർച്ചയേറിയ വാളിനേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ വചനമെന്ന ഈ ആത്മാവിൻ്റെ വാൾ. ഓ, എത്ര പേർക്ക് അത് ആമേൻ പറയാൻ കഴിയും? ആമേൻ. എപ്പോഴൊക്കെയോ ഞാൻ നിങ്ങൾ ജയിച്ചിട്ടില്ലേ? രോഗം വന്ന അമ്മേൻ സംശയിച്ചു. നമ്മൾ രോഗം വന്നപ്പോൾ നമ്മൾ സംശയിച്ചു, ഇത് മാരക രോഗമാണോ? ആ സമയത്ത് ഞാൻ നിങ്ങൾ എങ്ങനെയാ ജയിച്ചേ? ആ സമയത്ത് ഞാൻ നിങ്ങൾ എങ്ങനെയാ ജയിച്ചേ? യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ, യേശുവിൻ്റെ നാമത്തിലെ രോഗത്തെ വെട്ടുക, യേശുവിൻ്റെ നാമത്തിലെ രോഗത്തെ ഞങ്ങൾ ജയിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടല്ലയോ ഞാൻ നിങ്ങളും ജയിച്ചേ? ഇന്ന് പകൽ വചനമെന്ന ആത്മാവിൻ്റെ വാളുകൊണ്ട് വെട്ടിയാൽ മാരക രോഗങ്ങൾ അടുത്ത് ചെക്കപ്പിന് മുമ്പ് മാറാൻ പോവുകയാണ്. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുക. എത്രയോ പോസിറ്റീവ് കേസുകൾ, ആമേൻ, നമ്മൾ പോസിറ്റീവിനെ ഭയന്നിട്ട് നെഗറ്റീവ് ആകാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ ഞാൻ പറയും, എങ്ങനെയാ സംഭവിച്ചേ? മരുന്നുകൾ ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്ത്, മരുന്നുകൾ പോലും ചലിക്കാത്ത അല്ലെങ്കിൽ ഫലിക്കാത്ത ഈ സമയങ്ങളിൽ എങ്ങനെ സംഭവിച്ചത് ആത്മാവിന്റെ വചനം, ദൈവത്തിന്റെ വചനമെന്ന വാളുകൊണ്ടല്ലേ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുവെന്ന്, എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുവെന്ന്? ഞാൻ ഈ ശബ്ദം നിങ്ങൾക്ക് കൈമാറുന്നത്, നിങ്ങൾ ഭയന്നതിനെ ഇനി ഭയക്കരുത്. നിങ്ങളെ പേടിപ്പിച്ചവനെ നിങ്ങൾ തിരിച്ചു പേടിപ്പിക്കാൻ പോവുക. ഇതുവരെ നിങ്ങൾ പേടിച്ച് കാണും, പക്ഷെ ഇനി നിങ്ങൾ അവനെ പേടിക്കരുത്. അന്ധകാരത്തിൻ്റെ ലോകാധിപതികളെയും ഇരുട്ടിൻ്റെ റൂളേഴ്സിനെ, ദ റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ ഇനി പേടിക്കരുത്. കാരണം നീ വെളിച്ചത്തിൻ്റെ മകനാണ്, നിന്നിൽ വെളിച്ചമുണ്ട്, നിന്നിലൊരു വെളിച്ചം യേശു കൈമാറുന്നുണ്ട്. വാവ്, ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നു, അവൻ എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയുമ്പോഴേക്കും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച, ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ. അടുത്ത ദൈവവചനം പറയുന്നത്, സ്വാഡ് ഓഫ് സ്പിരിറ്റ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദ സ്വാഡ് ഓഫ് സ്പിരിറ്റ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും എന്ത് ചെയ്യട്ടെ? ധരിക്കട്ടെ. ഇതാണ് സർവായുധവർഗം. തലയിൽ ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, ആമേൻ, രക്ഷ. ഇടത്തെ കയ്യിൽ ബൈബിൾ പറയുന്നു, ആമേൻ, വിശ്വാസം എന്ന പരിച, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. വലത്തെ കയ്യിൽ, ആമേൻ, ദ സ്വാഡ് ഓഫ് സ്പിരിറ്റ് വിച്ച് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് വചനമെന്ന ദൈവാത്മാവിൻ്റെ വാൾ. ആമേൻ. അടുത്ത ബൈബിൾ പറയുന്നു, ആമേൻ, ഈ കവചം എന്തുവാ? ഈ കവചം റൈച്ചസ്നെസ്, നീതി എന്ന കവചം. ആമേൻ, നീതി എന്ന കവചം ധരിക്കുക. അടുത്ത എന്തുവാ? നിങ്ങളുടെ ചെരുപ്പ് എന്തുവാ? ആമേൻ, നിങ്ങളുടെ ചെരുപ്പ്, ആമേൻ, ദ ഗോസ്പൽ ഓഫ് പീസ്, സമാധാന സുവിശേഷം നിന്റെ കാലിന് ചെരുപ്പായിരിക്കട്ടെ. വാവ്, ഹല്ലേലൂയ. അരയ്ക്കുള്ള ബെൽറ്റ് എന്തുവാ? സത്യം നിന്റെ അരയ്ക്ക് ബെൽറ്റായിരിക്കട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇത്രയും ധരിക്കുമ്പോൾ ദ ഹോൾ ആർമർ ഓഫ് ഗാഡ്, ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. സത്യം നിന്റെ അരയ്ക്കില്ലെങ്കിലോ, ഓ, സർവായുധവർഗമായില്ല, എവിടെ ഒന്ന് കുറഞ്ഞു. വിശ്വാസം നിൻ്റെ കയ്യിലില്ലെങ്കിലോ, എവിടെ ഒന്ന് കുറഞ്ഞു. വചനമെന്ന വാൾ നിൻ്റെ കയ്യിലില്ലെങ്കിലോ, ബാക്കിയെല്ലാം ഉണ്ട് പാസ്റ്ററെ, ഈ വാളില്ല എന്ന് പറഞ്ഞാൽ വചനമില്ല. വചനമില്ലാതെ അവൻ്റെ അടുത്ത് പോവരുത്. വചനമില്ലാതെ പിശാചിനെ തോൽപ്പിക്കാൻ പോവരുത്. വചനമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വീട്ടിൽ ഇരുന്നോ. ആമേൻ. ആകെ അവന് മുറിവേക്കുന്ന വാളുണ്ടെങ്കിൽ അത് വചനമെന്ന വാളാ. അവൻ പറയുന്നതിനെ, അവൻ ഇടുന്നതിനെ പ്രതിരോധിക്കാനാണ് നിൻ്റെ വിശ്വാസം എന്ന് തമ്പുരാൻ പഠിപ്പിക്കുന്നേ. ആമേൻ. ഞാനിത് പിശാചുവിൻ്റെ മല്ലയുദ്ധത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. വിശ്വാസം അവന് വേണ്ടിയുള്ള, വിശ്വാസം കർത്താവിൽ വിശ്വസിക്കണം, അത് വേറെ. ആമേൻ.
പക്ഷേ നീ ഈ വിശ്വാസം കൊണ്ട് അവൻ്റെ വാക്കിനൊക്കെ പ്രതിരോധിക്കുക. ഒരു പരിചയം എന്ന പോലെ അവൻ പറയുന്നതിനെ തടുക്കുക. ആമേൻ. സമാധാനത്തിൻ്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കി അവൻ നിന്നെ പലയിടത്തും നിർത്താൻ തുടങ്ങുമ്പോൾ നീ സമാധാനത്തോടെ നിൽക്കുവാൻ കാരണമാകുന്നത് ഈ സുവിശേഷമാകുന്ന ചെരുപ്പാ. ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ബലം പ്രാപിക്കാൻ പോവുക. ആമേൻ. നമ്മൾ പ്രാപിക്കുന്ന ബലം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, അല്ലേ? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. എന്തിന്? നിന്നെ പേടിപ്പിച്ചവനെ നീ ഭയപ്പെടുത്താൻ പോവുക. ഓ റീഖാമ ഷെഖേനിയ റഗൽഖമനഗടഗസിയ. നിന്നെ പേടിപ്പിച്ചവനെ നീ തിരിച്ചു പിടിക്കാൻ പോവുക. ഇതുവരെ നിന്നെ പിടിച്ചൊതുക്കില്ല, വാരിഞ്ഞ് കെട്ടി ഉടച്ച് നിന്നെ തകർത്ത് ഉന്മൂലനാശം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിനക്കെതിരെ വാദിച്ച സകല ശക്തിയെയും എന്ത് ചെയ്യാൻ പോവുക? എൻ്റെ കർത്താവ് ഉടയ്ക്കാൻ പോവുക. ഊടാമാന ഷദറഖമനസിയ. ഉടയ്ക്കാൻ പോവുക എൻ്റെ കർത്താവ്. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവ് നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോവുക. കർത്താവിൻ്റെ വലിയ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവശക്തിയുടെ മുമ്പിൽ നിൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്താ പറഞ്ഞേ? ആമേൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും. ഫൈനലി മൈ ബ്രദർ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. അവൻ്റെ അമിത ബലത്തിൽ. കർത്താവിൻ്റെ ബലത്തിന് മുമ്പിൽ 6000 എണ്ണം പറയുക ഞങ്ങളൊന്നും ചെയ്യരുത്. അതേ തൊഴുന്ന ആ രംഗം ഒന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ലക്ഷ്യം ബാധിച്ച മനുഷ്യനെ സ്വയം ചതച്ച് ആമേൻ ആ ദേശത്തെ എല്ലാവരെയും ഓടിച്ച് തെക്കപ്പോലി നാട്ടിലേക്ക് എല്ലാവരും കൂടെ ഒതുക്കിയിട്ടേക്കുക. ഇവനൊക്കെ എതിർദേശത്ത് ഒറ്റയ്ക്ക് കിടക്കുക. അവൻ അവസാനം യേശുവിനെ കണ്ടപ്പോൾ തൊഴുക. ഓ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പലരെയും ഓടിച്ചു, ഞാൻ പലരെയും ഇവിടെ നിർത്താതെ ഓടിച്ചു. പക്ഷെ നിൻ്റെ മുമ്പിൽ ഞാൻ കേണപേക്ഷിക്കുക, ഒന്നും ചെയ്യരുത്. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദൈവശക്തി നിങ്ങളുടെ പേര് വ്യാപരിക്കും. ഭയങ്കര ദൈവശക്തി. കർത്താവിൻ്റെ അമിത ബലം നിങ്ങളിലേക്ക് വെളിപ്പെടാൻ പോവുക. കർത്താവിൻ്റെ അമിത ബലം നിങ്ങളിലേക്ക് ചലിക്കാൻ പോവുക. കർത്താവിൻ്റെ അമിത ബലം നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോവുക. കർത്താവിൻ്റെ അമിത ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുക. ഇന്ന് പകൽക്കാല വിശ്വാസത്തോടെ ആരൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. വിശ്വാസത്തോടെ ആരൊക്കെ ഏറ്റെടുത്ത് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. നീ കർത്താവിൻ്റെ ബലത്തിൽ നീ വളരുക. കർത്താവിൻ്റെ ബലത്തിലേക്ക് നീ വാ. ആമേൻ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നീ ബലപ്പെടാൻ പോവുക. ഇന്ന് പകൽ അതിനുള്ള സമയമാണ്. ആമേൻ. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. അവൻ്റെ അമിത ബലത്തിൽ ചിലരൊക്കെ ബലം പ്രാപിക്കാൻ പോവുക. ശാരീരികമായി നിനക്ക് ബലമില്ലായിരിക്കും, പക്ഷേ ഇന്ന് കർത്താവ് നിന്നെ ആത്മാവിൽ ബലപ്പെടുത്താൻ പോവുകയാണ്. ശാരീരികമായി നിനക്ക് ബലമില്ല, പക്ഷേ കർത്താവ് നിന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ശാരീരികമായി നിനക്കൊന്നും പറയാനില്ല, പക്ഷേ കർത്താവ് നിന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. നീ പറയേണ്ടുന്ന വാക്കുകൾ പിശാചിനോട് എങ്ങനെ ശാസിക്കണമെന്നത് കർത്താവ് നിന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ നാവുകൾക്ക് ഒരു അധികാരത്തെ ലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്നെ ഒരു തികഞ്ഞ പോരാളിയാക്കി മാറ്റുക. സർവായുധവർഗം ധരിക്കുക. ഒന്ന് കുറഞ്ഞാൽ നിനക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒരു ആയുധമെങ്കിലും എടുക്കാതെ നീ പോയാൽ, ഇത് എല്ലാ ആയുധവും എടുക്കാതെ നിനക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാ ആയുധവും ഇല്ലെങ്കിൽ, ഇപ്പോൾ വാളില്ലാത്തവന് തടയാനേ പറ്റൂ, വെട്ടാൻ പറ്റില്ല. പരിചയ കയ്യിലുണ്ടാ വാളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയ്യോ. പിന്നെ പരിചയ കയ്യിലില്ല, വാള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസമില്ല. കുറേ വചനം കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയും വെട്ടും, പക്ഷെ വിശ്വാസം ഇല്ലെങ്കിലോ നീ വെട്ടിക്കൊള്ളും. അതുകൊണ്ട് ഞാൻ പറയും, വാള് വേണം, പരിചയം വേണം, വിശ്വാസം വേണം, വചനം വേണം, രക്ഷ വേണം, സുവിശേഷം വേണം, പിന്നെ സത്യം വേണം, നീതി വേണം, രക്ഷ. ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു ദൈവമക്കളെ നമുക്ക് അവൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലോ അവന് വിശ്വാസം എന്ന പരിചയം ഇല്ലെങ്കിലോ അവൻ്റെ വെട്ട് നമ്മൾ കൊള്ളുകയും ചെയ്യും, 2 വെട്ട് നമുക്കും കൊടുക്കാം. ആമേൻ. വാളില്ലെങ്കിലോ നമുക്ക് വെട്ടാൻ പറ്റുകയില്ല. അവൻ വെട്ടും, നമ്മൾ തടഞ്ഞ് മാത്രം നിൽക്കും. ഇല്ലെന്നേ, തോൽപ്പിക്കണം, പരാജയപ്പെടുത്തണം. കാൽവരിയിൽ തമ്പുരാൻ അവൻ്റെ വിഷമുള്ള ഒടിച്ചില്ലേ, ശേഷിക്കുന്ന മുള്ളും നമ്മൾ ഒടിക്കട്ടെ. കർത്താവിൻ്റെ അധികാരം നമുക്ക് തരിക. അവൻ്റെ സകല അധികാരങ്ങളും, ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, വാഴ്ചകളും അധികാരങ്ങളെയും ആമേൻ ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടാൻ താല്പര്യപ്പെടുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ അധികാരം നിനക്ക് നൽകും. യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിച്ചേച്ച് കർത്താവ് പറഞ്ഞ എന്തുവാ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു.
അവ ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഇത് വിശ്വസിക്കുന്നവർ മാത്രം അവൻ്റെ സർവായുധവർഗം ധരിച്ച് ഇറങ്ങ്. ആമേൻ. ഈ പൈശാചിക പോരുകളോട് എതിർത്ത് നിൽക്കാൻ ഇന്നു പകൽ ആത്മമണ്ഡലത്തിൽ ദൈവം നിന്നെ വിളിക്കുക. ആ കൃപ നിൻ്റെ മേൽ ചലിക്കുന്നുണ്ടെങ്കിൽ ഇനി മിണ്ടാണ്ടിരിക്കരുത്. ആ ശക്തിയോടെ ഇതിനോട് പ്രതിരോധിക്കുക. പൈശാചിക മണ്ഡലങ്ങളെല്ലാം ഉടയട്ടെ. ആകാശമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേന അല്ലേ, അതല്ല വാക്കങ്ങനെയാണ്, ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേന. ആമേൻ. അവർക്കൊരു മണ്ഡലം കിടക്കുകയെന്നേ, അവർക്കൊരു മേഖല കിടക്കുകയെന്നേ. ആ മണ്ഡലങ്ങളെ, ആ സൈന്യത്തെ തച്ചുടയ്ക്കാൻ ഇന്നു പകം നിൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് പഠിച്ചു. വിട്ടുകളയരുത്. ഈയൊരു വചനം നിങ്ങളുടെ ജീവിതത്തിലൊരു ബലം പകരട്ടെ. മനസ്സ് തളരുമ്പോഴും, ഹൃദയം നുറുങ്ങുമ്പോഴും, ശരീരം ബലഹീനമാകുമ്പോഴും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ബലമാകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് പൗലോസ് പറയുന്നെങ്കിൽ എന്തോ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, അവരുടെ പിന്നിൽ വെളിപ്പെടുന്ന ചില ഇരുട്ടിൻ്റെ അധികാരങ്ങളോടും വാഴ്ചകളോടും അന്ധകാര ലോകാധിപതികളോടും ദുഷ്ടാത്മസേനയോടുമാണ്. അവയോട് എതിർത്ത് നിൽപ്പാൻ, സർവായുധവർഗം ധരിപ്പാൻ കർത്താവേ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നീ ബലപ്പെടുത്തട്ടെ. അങ്ങനെ ആയുധം ധരിച്ചുകൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ, ഗദരദേശത്തെ തച്ചുടച്ചവരെ ആമേൻ കർത്താവെ പുറത്താക്കിയ ദേശം വീണ്ടുകൊള്ളുവാൻ കർത്താവ് അങ്ങേക്ക് കഴിഞ്ഞതുപോലെ ഇത് കേൾക്കുന്നവർ അവരുടെ ഭവനങ്ങൾ തിരിച്ചു പിടിക്കട്ടെ, അവരുടെ ദേശം തിരിച്ചു പിടിക്കട്ടെ, അവരുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കട്ടെ, അവരുടെ നന്മകൾ തിരിച്ചു പിടിക്കട്ടെ. റൈറ്റ് നൗ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൻ്റെ ബലത്തിൽ അവർ ശക്തരായിരിക്കട്ടെ, കർത്താവിൽ അവർ ബലപ്പെടട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഇനിയും വചനം പഠിപ്പാൻ ദൈവം അവരെ ഒരുക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തയേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ നമുക്ക് അടുത്ത സാഹചര്യം ദൈവം സമയം ഒരുക്കും. പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.